ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്നൊരു സാരി ബ്ലൗസ് കട്ട് ചെയ്യാനെടുത്തപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം എന്താണെന്നറിയാമോ? ലൈനിങ്ങൊക്കെ ഇന്നത്തുണ്ട്. ഈ സാരി ബ്ലൗസ് എനിക്ക് തന്നേക്കണത് വേറൊരു ബ്ലൗസിൻ്റെ അളവാണ്. അപ്പോൾ ആ സാരി ബ്ലൗസ് ഒന്ന് നിങ്ങൾ നോക്കിയാൽ കണ്ടതേ എത്ര ഭംഗിയായിട്ടാണ് അത് തേച്ച് നല്ല വൃത്തിയാക്കി ഒക്കെ തന്നേക്കണമെന്നൊന്ന് നോക്കിക്കേ. കണ്ട നല്ല ശരിക്കും തേച്ച് നല്ല ഭംഗിയായിട്ടാണ് നമുക്ക് ഇത് തന്നേക്കണത്. അപ്പോൾ ഇത് പറയാൻ കാര്യം എന്താണെന്നറിയാമോ? സാരി ബ്ലൗസ് ഇതിൽ നിന്ന് അളവെടുത്ത് നമ്മൾ വേറൊരു ബ്ലൗസ് വെട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന സാരി ബ്ലൗസ് ഏത് കസ്റ്റമർ കൊണ്ടുത്തരുമ്പോഴും ഇതുപോലെ കൊണ്ടുത്തരണം. ഇതുപോലെ കൊണ്ടുതന്നോന്ന് വെച്ചാൽ തേച്ചിട്ടില്ല എന്നല്ല ഇതിൻ്റെ വിഷയം ഞാൻ പറയണത്. ഇപ്പോൾ എടുത്ത് നോക്കിയാൽ ഒരു 100-ൽ 20% പേരും ബ്ലൗസ് നമുക്ക് അളവ് കൊണ്ടുതന്നത് ഒന്നില്ലെങ്കിൽ സൈഡ് സ്റ്റിച്ച് വിട്ടിട്ടുണ്ടാവും. അപ്പം നമുക്ക് ഷേപ്പ് എടുക്കാൻ പാടാവും. അതല്ലെങ്കിൽ ഈ കൈയുടെയൊക്കെ ഹെമ്മിങ് ആ സാധനങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ഹുക്ക് ഉണ്ടാവില്ല, അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഇതൊക്കെ അടിപ്പൊക്കെ അഴിഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ പല കംപ്ലൈൻറ്റ്. അല്ലാതെ ഹുക്ക് പോയിട്ടുണ്ടാകും. അല്ല, അങ്ങനെയല്ല തരേണ്ടത്. ശരിക്കും ഇങ്ങനെയാണ് തരേണ്ടത്. ഇപ്പോൾ ഇത് വീഡിയോ കാണാൻ എല്ലാവർക്കും ഞാൻ പറയുമ്പോൾ ഒരു കാര്യം, തയ്യൽക്കാർക്ക് അത് മനസ്സിലാവും. കാരണം ഇത് നമ്മളുടെ കയ്യിൽ ഇത് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഈ വിട്ടുപോയ സ്റ്റിച്ചെല്ലാം ആദ്യം പിടിപ്പിച്ചെടുക്കണം, അടിച്ചെടുക്കണം. അത് എത്രയോ ഭംഗിയാക്കി അത് ചെയ്യാമെന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ആ സ്റ്റിച്ചൊക്കെ പിടിപ്പിച്ച് തേച്ചെടുക്കുമ്പോഴേ നമുക്കും ഈ സാരി ബ്ലൗസിൽ നിന്ന് അളവെടുത്ത് മറ്റൊരു ബ്ലൗസ് വെട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ കേൾക്കുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും. ഞാൻ ഉൾപ്പെടെ ഒരാൾക്ക് അളവ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ബ്ലൗസാണ് സാരി ബ്ലൗസ് പ്രത്യേകിച്ച് അളവ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല പക്ക, നല്ല എന്താ പറയണ, ബോഡിയിൽ പിടിച്ചിരിക്കുന്ന വാർത്ത ബ്ലൗസ് ഉണ്ടാവും. എൻ്റെ ബ്ലൗസൊക്കെ കാണുമ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, ഇത് നേരത്തെ ആൾക്കാർ ചോദിക്കും ഇട്ട് തയ്ച്ചതാണെന്ന്. കാരണം ബോഡിയുമ്പോൾ നല്ല ഫിറ്റായിട്ടിരിക്കും. അപ്പോൾ ബോഡി ഫിറ്റുള്ള നല്ലതും അതുപോലെ തന്നെ ഈ ടക്സൊക്കെ, നമ്മുടെ ടക്സ് ഉണ്ടല്ലോ, ഈ ടക്സൊക്കെ വൃത്തിയുള്ളതും ആയിരിക്കണം. നമുക്ക് മെയിൻ ടക്സൊക്കെ പിടിക്കാനുള്ളതാണ്, വൃത്തിയുള്ളതും ആയിരിക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി സാരി ബ്ലൗസിൽ നിന്ന് ബോഡിയിൽ നിന്ന് അളവെടുക്കുമ്പോൾ നമുക്ക് പ്രശ്നമില്ല, നമുക്ക് കറക്റ്റ് അളവാണ് എടുക്കണത്. അതല്ല, ഇതുപോലെ ഒരു സാരി ബ്ലൗസാണ് കൊണ്ടുതരണത് അല്ലെങ്കിൽ കൊടുക്കണതെങ്കിൽ നിങ്ങൾ കൊടുക്കണ ഓരോരുത്തരും തീർച്ചയായിട്ടും ഇതുപോലെ കൊടുക്കുക. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അല്ലെങ്കിൽ നമ്മൾ എന്തോരം പണി തേച്ചെടുത്തിട്ട് വേണം നമുക്ക് ഇതിൻ്റെ അളവെടുക്കാൻ. അതുകൊണ്ടിട്ടാണ് ഈ പറയണത്. എല്ലാ ടൈലർമാർക്കും അറിയാൻ പറ്റും, ചുളുങ്ങിയ സാധനം നമ്മൾ എന്തായാലും അളവെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് അളവിൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പറയണത്. അപ്പോൾ ബൈ.